നമസ്തേ. ഇന്ന് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എപ്പോൾ എഴുന്നേൽക്കണം, എങ്ങനെ എഴുന്നേൽക്കണം, ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത് എന്നത് തന്നെ ആദ്യം പറയാം. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ മനുഷ്യർ നിദ്ര വിട്ട് എഴുന്നേൽക്കണം. അത് അവൻ്റെ ആരോഗ്യത്തിനും കർമ്മത്തിനും ആയുസ്സിനും തന്നെ നല്ലതാണ്. സാധാരണയായിട്ടുള്ള മനുഷ്യർ രാത്രിയുടെ 4-ാം യാമത്തിൻ്റെ പകുതിയിൽ എഴുന്നേൽക്കണം. 4-ാം യാമം എന്ന് പറയുന്നത് 3 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ യോഗികളും തപസ്സികളും എല്ലാം 3 മണിക്ക് ഉണരുന്നു. 4-ാം യാമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സാധാരണക്കാർക്ക് അത്രയും സാധ്യമാകില്ലെങ്കിലും ഒരു 4:30-5 മണിയോടെ നമുക്ക് ഉണരാവുന്നതാണ്. അപ്പോൾ സൂര്യോദയത്തിന് മുൻപ് തന്നെ നിദ്ര വിട്ട് എഴുന്നേൽക്കണമെന്നാണ് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തം വളരെ വിശേഷമാണ്. ഏത് കർമ്മത്തിനും എന്ത് കർമ്മത്തിനും ആ ബ്രഹ്മമുഹൂർത്തം വിശേഷപ്പെട്ടതാണ്. ഇനി എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത് എന്ന് പറയാം. അപ്പോൾ അതിനും വിധിയുണ്ട്. ഉണർന്നാലുടൻ നീണ്ടു നിവർന്ന് കിടക്കണം. പിന്നെ സാവധാനം വലത്തോട്ട് തിരിഞ്ഞ് പതുക്കെ എഴുന്നേൽക്കണം. മനുഷ്യന്റെ ശരീരത്തിന് ചുറ്റും 2 കാന്തി വലയങ്ങളുണ്ട്. അതിലൊന്ന് വലത്തെ കാലിൽ നിന്നും ശിരസിലേക്കും ശിരസിൽ നിന്ന് കാലിലേക്കുമായി പ്രദക്ഷിണ രീതിയിലുള്ളതാണ്. അടുത്തത് ഇടതുവശത്തുകൂടെ വലത്തോട്ടും വലതുവശത്തു നിന്ന് പിൻകാലിൽ കൂടി ഇടതുവശത്തേക്കുമാണ്. അപ്പോൾ ഈ കാന്തി വലയത്തിന്റെ ഗതി അനുസരിച്ചാണ് ശരീരത്തിന്റെ സംവിധാനം ദൃഢപ്പെടുത്തുന്നത്. മറിച്ചായാൽ സംവിധാനത്തിന് തടസ്സമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉണർന്ന് ശരീരം നേരെ നിർത്തി മനസ്സ് ഉപബോധ അവസ്ഥയിൽ നിന്നും ബോധതലത്തിലെത്തണം. അപ്പോഴേ ഉണർവ് ശരിയാവൂ. മനസ്സ് ശരീരത്തിന്റെ സ്തംഭമാണ്. മനസ്സ് നമ്മുടെ നേരെ നിന്നില്ലെങ്കിൽ കർമ്മശേഷി കുറയും. അതാണ് ചിലർ എഴുന്നേറ്റാൽ ഉടൻ പറയും, ഇന്ന് എനിക്ക് തീരെ വയ്യ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ എന്താണ് ഇതിന് കാരണം? മനസ്സ് നേരെ ആയില്ലെന്നാണ് ഇതിനർത്ഥം. മനസ്സ് നേരെ ആയില്ലെങ്കിൽ ഒന്നും നേരെയാവില്ല. മനസ്സ് നേരെയാവണമെങ്കിൽ ഉറക്കത്തിൻ്റെ ആലസ്യം വിട്ട് ഉണർവ് ശരിയാകണം. ഇനി നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ഉണർന്ന് എഴുന്നേറ്റ് അല്പനേരം ഇരിക്കണം. പിന്നെ പതുക്കെ കൈപ്പടം നിവർത്തി ദേവിയെ നമസ്കരിക്കണം. അതിനൊരു ശ്ലോകമുണ്ട്. അതിങ്ങനെയാണ്: കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതയ ഗൗരി, പ്രഭാതേ കരദർശനം. അപ്പോൾ ഇത് എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ലോകത്തിലുള്ള എല്ലാ ജീവികൾക്കും ശക്തി പകരുന്നത് ദേവിയാണ്. ആ ദേവി ശക്തി സ്വരൂപിണിയാണ്. എല്ലാം ചെയ്യാനുള്ള ശക്തി നമുക്ക് ഉണ്ടാകണമെന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ കൈകൊണ്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. അതിന് കൈക്ക് ശക്തി തരുന്ന ദേവിയെ നമസ്കരിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിലെ വായു സ്പർശത്താൽ കൂടുതൽ ഉണർവ് കിട്ടുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ ശരിയാവുകയും കർമ്മശേഷി വർദ്ധിക്കുകയും ചെയ്യും. ഇനി ഉണർന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഭൂമി വന്ദനമൊക്കെ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് നാം ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ കർമ്മശേഷിക്കായി ദേവസ്തുതി കഴിഞ്ഞ് പതുക്കെ പതുക്കെ കുനിഞ്ഞ് ഭൂമി ദേവിയെ തൊട്ട് വന്ദിക്കണം. അതിനും പ്രത്യേക ഉദ്ദേശമുണ്ട്. എന്തെന്നല്ലേ? ഭൂമി സർവചരാചരങ്ങളുടെയും മാതാവാണ്. ആദ്യം മാതാവിനെ വന്ദിക്കുക എന്നത് വിധിയാണ്. ആചാര്യന്മാരും വിധിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാം കിടന്നുറങ്ങുമ്പോൾ ശരീരത്തിൽ മലിനോർജം നിറയുന്നു. എഴുന്നേറ്റ് ഭൂമി സ്പർശം ചെയ്യുമ്പോൾ ശുദ്ധമായ ഭൗമോർജം ശരീരത്തിലേക്ക് നിറയ്ക്കണം. ഭൂമിയെ തൊട്ട് തലയിൽ വയ്ക്കുമ്പോൾ ശുദ്ധമായ ഊർജം ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. അതോടെ ഊർജ്ജസ്വലത കൂടുന്നു, ബലം വർദ്ധിക്കുന്നു, കർമ്മം ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാകുന്നു. ഭൂമി മാതാവിൻ്റെ കൃപാകടാക്ഷം അതിനു ലഭിക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പഠിക്കുന്നതിൻ്റെ പ്രയോജനം എന്തെന്നറിയാമോ? സൂര്യൻ ഉദിക്കുന്നതിന് 48 മിനിറ്റ് 3 മണിക്കൂർ മുമ്പായിട്ടാണ് ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുന്നത്. ഈ മുഹൂർത്തം ബ്രഹ്മാവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ സരസ്വതി ദേവി ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. ഈ യാമത്തെ സരസ്വതീ യാമം എന്നും അറിയപ്പെടുന്നു. ശിരസിൻ്റെ ഇടതുവശത്താണ് വിദ്യാഗ്രന്ഥി പ്രവർത്തിക്കുന്നത്. ഈ വിദ്യാഗ്രന്ഥിയാണ് വിദ്യയ്ക്ക് ഗുണകരമാകുന്നത്. മാത്രമല്ല, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പഠിക്കുന്നത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മറന്നു പോവുകയേ ഇല്ലെന്ന് കുട്ടികളിലെ പഠന വൈകല്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന്
നമ്മുടെ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ഭൂമി വന്ദനമൊക്കെ ചെയ്തിട്ട് പഠിക്കേണ്ട കുട്ടികൾ പഠിക്കുക, അല്ലാത്തവരുടേതായിട്ടുള്ള ജോലിയിൽ മുഴുകുക. എല്ലാവരെയും അമ്മ മഹാമായ അനുഗ്രഹിക്കട്ടെ.